ഹല്ലേലൂയ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വചനാഭിഷേകത്തിലേക്ക് സ്വാഗതം. ഇന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം സഫാനിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ്. ദൈവത്തിൻ്റെ ജീവനുള്ള വചനം ഇപ്രകാരം വെളിപ്പെടുത്തിയിരിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ഭൂമുഖത്ത് നിന്ന് സർവ്വവും തുടച്ചു മാറ്റും. മനുഷ്യരെയും മൃഗങ്ങളെയും ആകാശത്തിലെ പക്ഷികളെയും കടലിലെ മത്സ്യങ്ങളെയും ഞാൻ ഉന്മൂലനം ചെയ്യും. ദുഷ്ടരെ ഞാൻ തകർക്കും. ഭൂമുഖത്ത് നിന്ന് ഞാൻ മനുഷ്യവംശത്തെ വിച്ഛേദിക്കും. കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ യൂദായ്ക്കും ജെറുസലേം നിവാസികൾക്കും എതിരെ എൻ്റെ കരം നീട്ടും. ബാലിൻ്റെ ഭക്തന്മാരിൽ അവശേഷിക്കുന്നവരെയും വിഗ്രഹാരാധകരായ പുരോഹിതന്മാരുടെ നാമത്തെയും ഈ സ്ഥലത്ത് നിന്ന് ഞാൻ വിച്ഛേദിക്കും. പുരമുകളിൽ ആകാശ സൈന്യത്തെ വണങ്ങുന്നവരെയും കർത്താവിനെ ആരാധിക്കുകയും അവിടുത്തെ നാമത്തിൽ ശപഥം ചെയ്യുകയും അതേസമയം മിൽക്കോമിൻ്റെ നാമത്തിൽ ശപഥം ചെയ്യുകയും ചെയ്യുന്നവരെയും ഞാൻ ഇല്ലാതാക്കും. എന്നിട്ട് അതിൻ്റെ 6-ാം തിരുവചനം പറയുകയാണ്, കർത്താവിനെ അനുഗമിക്കുന്നതിൽ നിന്ന് പിന്തിരിഞ്ഞവരെയും അവിടുത്തെ അന്വേഷിക്കാത്തവരെയും അവിടുത്തോട് ആരായാത്തവരെയും ഞാൻ സംഹരിക്കും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇന്നത്തെ ദിവസം നമ്മൾ തിരുവചനം ധ്യാനിക്കുമ്പോൾ കർത്താവിൻ്റെ 2-ാം വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നമ്മളിന്ന് തിരുവചനത്തിലൂടെ ശ്രമിച്ചത്. അതായത് കർത്താവായ ദൈവം പറയുകയാണ്, 2 വഞ്ചിയിൽ കാൽ വയ്ക്കരുത്. അതായത് 1 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനത്തിൽ ഏലിയ ജനത്തെ സമീപിച്ച് ചോദിച്ചു, നിങ്ങൾ എത്ര നാൾ 2 വഞ്ചിയിൽ കാൽ വയ്ക്കും? കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവിൻ, ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവിൻ. ജനം ഒന്നും പറഞ്ഞില്ല, കാരണം ജനത്തിനൊന്നും അറിയില്ല. ജീവിക്കുന്ന ദൈവം ഏതാണെന്ന് ജനത്തിന് അറിയാതെ പോയി. അതിൻ്റെ തന്നെ 39-ാം തിരുവചനത്തിൽ കാണാൻ പറ്റും. അതായത് 38-ാം തിരുവചനത്തിൽ കർത്താവിൻ്റെ അഗ്നി സ്വർഗ്ഗത്തിൽ നിറങ്ങി ഏലിയായുടെ ബലിവസ്തുക്കളെല്ലാം ദഹിപ്പിച്ചപ്പോൾ അതിന് 39-ാം തിരുവചനത്തിൽ ജനം പറഞ്ഞു, കർത്താവ് തന്നെ ദൈവം, കർത്താവ് തന്നെ ദൈവം. അതായത് ഈ ബോധ്യമാണ് നമുക്ക് വേണ്ടത്. ഈശോ 2ാമത് വരുമ്പോൾ നമ്മൾ ഒരുങ്ങിയിരിക്കണമെന്നാണ് തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. ഹല്ലേലൂയ. അതായത് വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 26-ഉം 27-ഉം തിരുവചനത്തിൽ കാണാൻ പറ്റുന്നത് ഇങ്ങനെയാണ്, അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടി മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിൻ്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിലും നിന്ന് അവൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടും. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈശോ ഈ ദിവസങ്ങളിൽ വന്നു കഴിഞ്ഞാൽ ഈശോയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഗണത്തിൽ നമ്മൾ പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. വിശുദ്ധിയോടെ ദിവികാൻ ഈശോ സ്വീകരിക്കുവാൻ വേണ്ടി ഒരുങ്ങാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ആമേൻ.